ഹായ് ഓൾ, എൻ്റെ പണ്ട് മുതൽക്കേയുള്ള ആഗ്രഹങ്ങൾക്കകത്ത് ഒരെണ്ണമായിരുന്നു താജ്മഹൽ വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ കുറച്ച് നാൾ മുന്നേ ഞങ്ങൾ താജ്മഹൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെയിൻ ഗേറ്റ് കഴിഞ്ഞിട്ട്, താജ്മഹലിൻ്റെ ആ ഒരു മെയിൻ ഗേറ്റ് കഴിഞ്ഞിട്ട് കുറേ ഉള്ളിലേക്ക് വന്നിട്ടാണ്, കുറേ നടന്നകത്തേക്ക് വരണം. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു മെയിൻ കവാടത്തിൻ്റെ ആ ഒരു മുന്നിലെത്തുന്നത്. ഈ കവാടവും കൂടി കഴിഞ്ഞുള്ളിലേക്ക് കയറുമ്പോഴാണ് താജ്മഹൽ. അപ്പം ഞങ്ങൾ ചെന്നത് ഒരു 10 മണി ആ സമയം എന്തോ ആയിരുന്നു. പക്ഷേ അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ ചൂട് സമയത്താണ് പോയത്. അപ്പോൾ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, മുഖമെല്ലാം ചുളിഞ്ഞ് അതിങ്ങനെ കണ്ണിങ്ങനെ ആയിപ്പോകുന്നത്, അടഞ്ഞു പോകുന്നത്. പിന്നെ ഈ ഒരു കാഴ്ചയുണ്ടല്ലോ, താജ്മഹൽ നമ്മളിങ്ങനെ ഈ കവാടത്തിനകത്തൂടെ കയറി പിന്നെ ഇങ്ങനെ താജ്മഹൽ തെളിഞ്ഞു വരുന്ന ആ ഒരു കാഴ്ച, ഇത് കാണാൻ ഭയങ്കര അടിപൊളിയാട്ടോ. ഞാനൊരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് കണ്ട്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. ഞങ്ങൾ ഗൈഡൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങളല്ലാതെ തന്നെ ഇവിടെ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറി ആഗ്രയ്ക്ക്, എന്നിട്ട് ആഗ്രയിൽ നിന്ന് പിന്നെ വണ്ടി വിളിച്ച് അങ്ങനെ പോയത്. ആഗ്രയിൽ നമ്മൾ ചെന്നിറങ്ങുമ്പോൾ തന്നെ കുറേ ആളുകൾ ഇങ്ങനെ നമ്മളെ കടന്നൽ കൂട്ടി പൊതിയുന്ന പോലെ ഇങ്ങനെ പൊതിയും. കാരണം ആഗ്ര താജ്മഹലിൻ്റെ ട്രിപ്പ് അതല്ലാന്നുണ്ടെങ്കിൽ കുറേ വേറെ വേറെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ട് ട്രിപ്പ് പാക്കേജുകളും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പക്ഷെ അതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് സൂക്ഷിച്ചെടുക്കുക. കാരണം നോക്കി കണ്ടൊക്കെ എടുക്കണം. കാരണം അവർ നമ്മളെ പറ്റിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിട്ടും നമുക്ക് ഈ ലാംഗ്വേജ് അറിഞ്ഞുകൂടാ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൗത്തിലെ, അതായത് നമുക്ക് അവിടെയായിട്ട് വലിയ പരിചയമില്ലാന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പറ്റിക്കും. ഇപ്പം നമ്മൾ താജ്മഹലിൻ്റെ മുന്നിൽ വന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു കവാടമാണ് കണ്ടത്. അതിൻ്റെ ശേഷം ഈ സ്റ്റോൺ ബെഞ്ച് താജ്മഹലിൻ്റെ കുറച്ചും കൂടെ മുന്നിലായിട്ടാണ്, ആ കവാടം കഴിഞ്ഞ് വന്നിട്ട് കുറച്ചും കൂടെ മുന്നിലായിട്ടാണ്. അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇത് താജ്മഹലിൻ്റെ ആ ഫ്രണ്ട് ഭാഗം തന്നെയാണ്. നമുക്കവിടെ ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട്. അവർ കുറേ പേര് ഇങ്ങനെ വരും നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ട്, ഫോട്ടോ എടുത്ത് തരാം, ഇത്ര രൂപ. അപ്പോൾ പേയ്മെൻ്റ് ഒക്കെ പറഞ്ഞതിൻ്റെ ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ ഒരു നദിയാണ് ആഗ്ര നദി. ഇത് താജ്മഹലിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ പോകുന്ന ഒരു നദിയാണ്. ചൂട് സമയത്ത് പോയാലും പക്ഷേ ഈ ഒരു നദിയുടെ സൈഡിൽ എത്തുന്ന സമയത്ത് നമുക്ക് നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കും കേട്ടോ. നല്ലൊരു സുഖമാണ് അവിടെ കുറച്ച് നേരം നിൽക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ ഒരു ദിവസം മൊത്തം താജ്മഹലിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റി വെച്ചിരുന്നു. കാരണം നമ്മൾ ഗൈഡിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവർ ഇത്ര ടൈം പറയും, അതിനുള്ളിൽ നമ്മളെല്ലായിടവും കയറി കണ്ട് തിരിച്ചിറങ്ങിയിരിക്കണം. പക്ഷേ നമ്മളായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് ഫുള്ള് കണ്ട് ഒരു ദിവസം നമ്മൾ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം മൊത്തം എല്ലായിടവും നടന്ന് കണ്ട് നമുക്ക് റിലാക്സ് ആക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റും. പരിചയമില്ലാതെ ഒറ്റയ്ക്ക് പോകണം എന്നല്ല ഞാൻ പറഞ്ഞതിന് ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് അറിയാവുന്നവരുടെ കൂടെ നമ്മൾ ഗൈഡിൻ്റെ ഒപ്പം അല്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇപ്പോൾ ഒന്നെങ്കിൽ കുറച്ച് ഫാമിലീസ് ഒരുമിച്ച് അങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജും അവിടുത്തെ സ്ഥലങ്ങളും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയാലും മതി. അങ്ങനെ ആകുമ്പോൾ ഒരു ദിവസം മൊത്തം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫുള്ള് കറങ്ങി നടന്ന് കാണാൻ പറ്റും. നമുക്ക് താജ്മഹലിനകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് പ്രൈസ് 50 രൂപയും അതേപോലെ മ്യൂസിയത്തിനകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് പ്രൈസ് 200 രൂപയാണ് വരുന്നത്. അതുപോലെ മ്യൂസിയത്തിനകത്തേക്ക് കയറുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് തന്നെ കിട്ടും ഈ കവറിൻ്റെ സോക്സ് മാതിരിയുള്ളത്, ചപ്പലിൻ്റെ പുറത്തുകൂടെ ഇടാൻ വേണ്ടിയിട്ട്. അതും കൂടെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അതിട്ടിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുക. അതേപോലെ തന്നെ പുറത്ത് നമുക്ക് ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. വലിയ ബാഗും ചെറിയ ബാഗും എല്ലാം അവിടെ വയ്ക്കാം. ചെറിയ ബാഗ് പക്ഷേ നമുക്ക് കൊണ്ട് കയറാനും പറ്റും. അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാം വെച്ചിട്ടാണ് വന്നത്. കാരണം നമ്മുടെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ബാഗിനകത്തിട്ടിട്ട് നമുക്കത് തോളിൽ തൂക്കി പോരാൻ പറ്റും, കുഴപ്പമില്ല, അത് കയറ്റും. വലിയ ബാഗൊന്നും കയറ്റില്ല എന്നേ ഉള്ളൂ. അതേപോലെ ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങി വരുന്നത്. തിരിച്ചിറങ്ങി വരുമ്പോഴും അവിടെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളും എല്ലാം കറങ്ങി നടന്നതിൻ്റെ ശേഷം തിരിച്ചു വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.